ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആൽമണ്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 4 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഒന്ന് ആൽമണ്ട് പൗഡർ, കൊക്കോ പൗഡർ, ഹണി, പിന്നെ ഒലിവ് ഓയിൽ. ഇത് വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഈസി ആൻഡ് ക്വിക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് എൻ്റെ ആൽമണ്ട് പൗഡറാണ്. ആവശ്യത്തിനുള്ളൊരു നമ്മൾ ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു അളവിൽ ആൽമണ്ട് പൗഡർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന മൊമെൻറ്റിലല്ല പൊടിക്കുന്നത്, ഞാൻ നേരത്തെ പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ടും ഇതുപോലെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കോമ്പിനേഷൻ ചെയ്യാം. ഇപ്പോൾ ആൽമണ്ട്, പിസ്ത, അങ്ങനെ വാൾനട്ട്, കാഷ്യൂനട്ട്, അങ്ങനെ ഏത് കോമ്പിനേഷൻ ട്രൈ ചെയ്യാം. ഇതിന് തന്നെ ഓരോ ഡ്രൈ ഫ്രൂട്ടിൻ്റെ റേഷ്യോ വേരി ചെയ്യാം. ഇത് ചോക്ലേറ്റ് സ്പ്രെഡ് ആയ കാരണം ഞാൻ കൊക്കോ പൗഡർ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കൊക്കോ പൗഡർ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുവാണ്. ഈ കൊക്കോ പൗഡറിൻ്റെ അളവ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. എങ്കിലും ഞാൻ ഡ്രൈ ഫ്രൂട്ടിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിലാണ് കൊക്കോ പൗഡർ ഒഴിക്കാൻ. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇതെല്ലാം ഈ അളവെല്ലാം നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഹണി ആഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ബദാമിൻ്റെ പൗഡർ ആഡ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അത് ഒരുപാട് സ്റ്റിഫാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക. പിന്നെ ഒരുപാട് ലൂസ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ചേർക്കുക. അപ്പോൾ ഇതിന് കൂടെ എന്തും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, അങ്ങനെയുള്ള എന്ത് പൊടികളും നിങ്ങൾക്ക് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ. കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പ്രെഡാണ്. കാരണം കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ അത് ഹെൽത്തിയും അല്ല, എന്നാൽ അതിന് റേറ്റ് ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വളരെ ഹെൽത്തിയുമാണ്, എന്നാൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എന്നിട്ട് ഇതിൻ്റെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് നമുക്ക് പുറത്ത് സ്റ്റോർ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട. നമുക്ക് ഇതൊക്കെ കുറച്ച് അളവിൽ ഉണ്ടാക്കിയാൽ മതി. കാരണം ഇത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഇതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ടിൻ്റെ അത് പൊടിച്ച് നേരത്തെ വെക്കുക. അപ്പോൾ പിന്നെ ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടത് ഇങ്ങനൊരു സ്പ്രെഡ് വാങ്ങിയതാണ്. അപ്പോൾ അത് പിസ്തയും ആൽമണ്ടും കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടപ്പോഴാണ് ഞാൻ ആ രീതിയിൽ ഇതുപോലെ പല വേരിയേഷൻസൊക്കെ ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്താം. ഇതിൻ്റെ പല കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.